നമുക്ക് ഒരു ഇരുമ്പുളി അച്ചാറുണ്ടാക്കാം. ഞാനതിനായിട്ട് ഇരുമ്പുളി കീറി വെയിലത്ത് വെച്ച് മഞ്ഞപ്പൊടി ഉപ്പിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. ശേഷം 100 ഗ്രാം നല്ലെണ്ണ ഒഴിച്ച് ഒരു നുള്ളി ഉലുവാപ്പൊടി ഇട്ട് പൊട്ടിച്ച് അതിലേക്ക് വലിയൊരു വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് അതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കാന്താരി മുളക് കൂടെ ഞാൻ ഇടുന്നുണ്ട് അതിലേക്ക്. അതിന് ശേഷം അതൊന്ന് ചെറുതായിട്ടൊന്ന് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഇതിലേക്ക് ഇത് വഴന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു 3-4 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇടുന്നുണ്ട്. ഇതിനകത്ത് 3 ടേബിൾ സ്പൂൺ സാധാ പിരിയ മുളകും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും. ശേഷം ഞാനൊരു 2 ടീസ്പൂൺ കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നു. ഒരു 25 ml വിനാഗിരിയും ചേർത്ത് നല്ലതുപോലെ ഇളക്കുന്നുണ്ട്. ശേഷം ഞാൻ ഉണക്കി വെച്ചിരുന്ന ഇരുമ്പുളി ഉപ്പിട്ട് ഉണക്കി വെച്ചിരുന്നത് വെള്ളം വറ്റിച്ച 2 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയ ഇരുമ്പുളിയാണ്. അത് ഇട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് എടുക്കുന്നുണ്ട്. അടമാങ്ങയെ തോൽക്കുന്ന ഒരു ഇരുമ്പുളി അച്ചാർ റെഡി. നല്ല അടമാങ്ങ പോലും മാറി നിൽക്കും എന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ല ടേസ്റ്റ്. ഇതൊരു 6 മാസം വരെ ചീത്തയാകത്തില്ല. ഏകദേശം ഒരു 3 മാസത്തോളം പുറത്ത് വെച്ചിരുന്ന് ഉപയോഗിക്കാം. പിന്നീട് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് ഉപയോഗിക്കാം.